രേവതി നാളുകാരെ സംബന്ധിച്ച് അനുകൂലമായ മാറ്റങ്ങളുടേതായ ഒരു കാലഘട്ടമാണ് 2024. വ്യാഴം മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നതാണ് തുടക്കം. രാഹു മീനത്തിൽ സഞ്ചരിക്കുന്നു. ശനി കുംഭത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങൾക്ക് ജോലിയിൽ അനുകൂലമായ നല്ല സാഹചര്യങ്ങളുണ്ടാകും. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല പരിവർത്തനങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാഹചര്യം ലഭിക്കും. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി വന്നു ചേരുന്നതാണ്. ഉപരിപഠന കാര്യങ്ങളിലും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം. കസ്റ്റമർമാരുമായി നല്ല ബന്ധം പുലർത്തുക. അതിലൂടെ നിങ്ങൾക്ക് കച്ചവടം വർദ്ധിപ്പിക്കാൻ അവസരമുണ്ടാകും. നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കാൻ, കൂടുതൽ മറ്റ് മേഖലകളിലേക്ക് നിങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനും അതിലൂടെ നേട്ടമുണ്ടാകുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സന്തോഷകരമായ സാഹചര്യം നിലനിൽക്കും. കുട്ടികളുടെ പുരോഗതിയിലും ഉയർച്ചയിലും സന്തോഷിക്കാൻ ഇടവരുന്നതാണ്. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ്. വസ്തുവാഹനാദികൾ വാങ്ങാൻ അവസരമുണ്ടാകും. വീട് പണിയുന്നവർക്ക് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ കഴിയും. ജീവിതത്തിൽ വളരെ നല്ല അനുകൂലമായ പരിവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇത്. കൂടുതൽ വ്യക്തിപരമായി, കൂടുതൽ സൂക്ഷ്മമായി വസ്തുതകൾ അറിയുന്നതിന് രാശിചിന്ത ചെയ്ത് വേണ്ട രീതിയിൽ മുമ്പോട്ട് പോവുക. നമ്മൾ വാർഷിക ഫലങ്ങൾ, പ്രധാനപ്പെട്ട വിഷുഫലം, പുതുവത്സര ഫലങ്ങൾ, ഇങ്ങനെയുള്ള ജ്യോതിഷ ഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക. ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത്. ശനി ശരാശരി 2.5 വർഷക്കാലവും വ്യാഴം ശരാശരി 1 വർഷക്കാലവും രാഹുകേതുക്കൾ ശരാശരി 1.5 വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ്. വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഈ 1199 ആരംഭകാലത്ത് ഒക്ടോബർ 30 രാഹു മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു, കുംഭരാശിയിൽ ശനി, കന്നി രാശിയിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി.